എത്താം. ഇപ്പോൾ നിരവധി യാത്രകൾ നടത്തുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിരവധി യാത്രകൾ നടത്തുന്നു. അതും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മാപ്പുകളൊക്കെ ഉപയോഗിച്ച് യാത്ര നടത്തുന്ന ഒരു യാത്രക്കാരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഗായത്രി അജിത്ത്. ഗായത്രി, ഇങ്ങനെ ഒരുപാട് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര പോയിട്ടും വഴിതെറ്റിപ്പോയ ഒരാളാണോ താങ്കൾ? എനിക്ക് ആക്ച്വലി പഠന വൈകല്യമുണ്ട്. അപ്പം ഈ വഴികളും അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സ്പേസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മള് ഗൂഗിൾ മാപ്സ് ആണ്. കാരണം എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഈ ഗൂഗിൾ മാപ്പിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വഴി തെറ്റാറുണ്ട്. അങ്ങനെ ചില ദിവസം രാത്രിയൊക്കെ രാത്രി ആയിരിക്കുന്ന സമയത്ത്, മഴയുള്ള സമയത്തൊക്കെ ഇടയ്ക്ക് അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ ഏതെങ്കിലും മറക്കാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള ആപ്പുകൾ, വഴികാട്ടി ആപ്പുകൾ വഴി ചുറ്റിച്ച ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ടോ ഗായത്രിക്ക്? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കരമനയിലേക്ക് ട്രാവൽ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഗൂഗിൾ മാപ്പ് ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു കൊണ്ടെത്തിക്കുന്നത്, ലൂപ്പായിട്ടാണ് കൊണ്ടെത്തിക്കുന്നത്. ആൻഡ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 11 o'clock ടൈം ആയിട്ടുണ്ടായിരുന്നു നൈറ്റില്. അപ്പം അത് കുറച്ചൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലായിരുന്നു. ലൈക്ക് നമുക്ക് ഒന്നും അറിയാത്ത സ്ഥലങ്ങളാണ് നമ്മളുടെ. അറിയാത്ത സ്ഥലങ്ങൾ മാത്രമല്ല, കുറച്ച് ഉൾപ്രദേശത്തൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വരാൻ പറ്റുന്ന അപകടങ്ങൾ, ലൈക്ക് വഴിപോക്കലിൽ നിന്നും കുറച്ച് മോശമായിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഓക്കെ ആയിട്ട് രക്ഷപ്പെട്ടു. ആൻഡ് ഓൾസോ ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ട്രാഫിക് പോലീസ് അല്ലെങ്കിൽ ഈ വഴിപോക്കരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് വഴി ചോദിക്കാന്നുള്ള ഒരു റെമഡിയൽ മെഷർ മാത്രമേ എന്റെയൊക്കെ ഒരു കേസിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. എന്നെ പോലത്തെ ആൾക്കാർക്ക് വഴി മനസ്സിലാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് തന്നെ ആശ്രയിക്കുന്നതാണ് ബെറ്റർ. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സൊല്യൂഷൻ കൂടെ കണ്ടെത്തണം.